ബാരാമതി വിമാന ദുരന്തത്തിൽ ഗൂഢാലോചന സംശയിച്ച അപകടത്തിൽ മരിച്ച എയർ ഹോസ്റ്റസ് പിങ്കി മാലിയുടെ കുടുംബം. പതിവ് വിമാനമല്ല അപകടം നടന്ന ദിവസം ഉപയോഗിച്ചതെന്ന് മകൾ പറഞ്ഞിരുന്നതായി പിങ്കിയുടെ പിതാവ് ശിവകുമാർ 24-നോട് പറഞ്ഞു. അപകടം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. രോഹിത് പവാർ ഉന്നയിച്ച അതേ സംശയങ്ങൾ കുടുംബത്തിനുമുണ്ടെന്ന് ശിവകുമാർ മാലി പറഞ്ഞു. अजीत दादा पवार के साथ उसका 5वां टर्म था. चारों टर्म में ब्लैक कलर की थी. ये 5वें टर्म में वाइट कलर की चार्टर्ड फ्लाइट थी. तो फ्लाइट चेंज क्यों हुआ, पायलट चेंज क्यों हुआ, और वो पूना क्यों नहीं गया? अगर वहाँ पे लैंड नहीं कर सकता था, इसलिए रोहित दादा पवार जो बोल रहे हैं उस बातों से हम लोग सहमत हैं. इसकी इंक्वायरी होना चाहिए. ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ ബാരാമതി വിമാന ദുരന്തത്തിൽ എയർ ഹോസ്റ്റസ് പിങ്കി മാലിയുടെ കുടുംബം ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് സംശയിക്കുന്നത്? ഇന്നലെയാണ് നമ്മൾ പിങ്കി മാലിയുടെ വീട്ടിലേക്ക് എത്തിയത്. മുംബൈയിലെ പ്രഭാദേവിയിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. സാധാരണ ഒരു പാവപ്പെട്ട ഒരു ഇടത്തരം കുടുംബമാണ് പിങ്കിയുടേത്. ഏതായാലും അവരുടെ അച്ഛനുമായാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അവർ പറയുന്നത് പിങ്കി സാധാരണയായി ഈ VSR കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തത്. അജിത് പവാർ അടക്കമുള്ള VVIPകളുടെയൊക്കെ തന്നെ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. അജിത് പവാറുമായി നേരത്തെ 4 തവണ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ യാത്രയായിരുന്നു. നേരത്തെ 4 തവണയും കറുത്ത നിറത്തിലുള്ള വിമാനമായിരുന്നു. പക്ഷേ അന്ന് മാത്രം മറ്റൊരു വിമാനം വന്നത് സംശയമുണ്ട് എന്ന് പറയുന്നു. നേരത്തെ രോഹിത് പവാർ വിശദമായ വാർത്താ സമ്മേളനം മുംബൈയിലും ഡൽഹിയിലും നടത്തുകയും ഈ ഇത് യഥാർത്ഥത്തിൽ അപകടമല്ല, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഒരു കൊലപാതകം എന്നുള്ള നിലയ്ക്കായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അതിൽ അക്കമിട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തിന് മദ്യപനായ ഒരു പൈലറ്റിനെ ഇത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടിക്ക് അവസാന നിമിഷം മാറ്റി നിയമിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇതേ ചോദ്യങ്ങൾ ശിവകുമാർ മാലിയും ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പൈലറ്റിനെതിരെ നേരത്തെ നടപടിയെടുത്തതാണ്. 3 വർഷത്തോളം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ്. അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് രാവിലെ ഈ ജോലിയിൽ നിയോഗിച്ചു? നേരത്തെ നിശ്ചയിച്ച പൈലറ്റിനെ എന്ത് കാരണം പറഞ്ഞാണ് മാറ്റിയത്? ഗതാഗത കുരുക്കെന്ന കാരണം ആ സമയത്ത് രാവിലെ 6 മണി സമയത്തൊന്നും ഇത്ര വലിയ ഗതാഗത കുരുക്കൊന്നും എവിടെയും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ തന്നെ ഒരാളെ മാറ്റാതെ 2 പൈലറ്റുമാരെയും എന്തിനു മാറ്റി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. മാത്രമല്ല VSR കമ്പനിയിൽ നിന്ന് യാതൊരു വിധ ആശയവിനിമയം നടക്കുന്നില്ല. ഈ മകളുടെ മരണം പോലും വാർത്തയിൽ നിന്നാണ് തങ്ങൾക്ക് അറിയേണ്ടി വന്നത് എന്നൊരു ഗതികേട് പോലും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണിൽ നിന്നോ എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്നില്ല. സത്യാവസ്ഥ വേഗത്തിൽ പുറത്തു വരണം. നേരത്തെ രോഹിത് പവാർ ആവട്ടെ വിദേശ ഏജൻസികളുടെ സാന്നിധ്യത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഏജൻസി ഏതായാലും വൈകാതെ സത്യം പുറത്തു വരണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, അഹമ്മദാബാദ് അപകടം നടന്ന് 7 മാസമാകുന്നു. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് വന്നിട്ടില്ല. ബാരാമതിയിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ശിവകുമാർ മാലി നമ്മളോട് പറഞ്ഞത്. GK. ശരി, ശ്രീനാഥ് ചന്ദ്രൻ ആണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.